We're doing alright. When we are apart, we always do the same dance. Always on the fence, never making sense. I'm not gonna feel a thing tonight. I'm not gonna be the one tonight. Don't wanna hear anything that you say. Your love is a game that I don't wanna play. So don't say you need me when I walk away. So many words but they don't mean a thing. You blur the lines between love and obscene. So don't say you need me cause we're not a thing. We're not a thing. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു വീഡിയോ വേറെ ഒന്നും അല്ല, നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഈ മുതലിന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി ഇങ്ങനെ ആക്കി തീർക്കാനായിട്ട് ഒരു വലിയൊരു സ്വപ്നം, ഈ വണ്ടിയുടെ ഓണറുടെ ഒരു സ്വപ്നത്തിൻ്റെ ഒരു കഥയും കൂടി ഇതിലുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെഡിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ വണ്ടി നമ്മുടെ അടുത്ത് പണിയാനായിട്ട് വന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മുടെ താഴെക്കാരുടെ അടുത്താണ് വണ്ടി പണിയാനായിട്ട് വന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മുമ്പത്തെ വീഡിയോ ഇതിലിട്ടുണ്ട്. അതിൽ തന്നെ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഇതിനത് ഇങ്ങനെ ആക്കിയെന്ന് ഇതിൽ കുറേ പേര് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാവുമല്ലോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ട വണ്ടിയൊക്കെയാണ് എടുക്കുക. അത് എടുത്തിട്ട് ചിലപ്പോൾ ഒരു വിൻറ്റേജ് ആയിട്ടുള്ള ഇതുപോലത്തെ വണ്ടിയൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതിൽ പണിയാനായിട്ട് നിൽക്കും. എന്നാൽ അതുപോലെ പണിതിട്ട് സെറ്റാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ആളുടെ ഒരു സ്വപ്നത്തിൽ അല്ലെങ്കിൽ ആളുടെ ഒരു ഡ്രീമിൽ ആൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വണ്ടി അതേപോലെ പണിത് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല കളർ ഡിസൈൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കി വേണ്ട സ്പെക്കും കാര്യങ്ങളൊക്കെ ആൾ ഉദ്ദേശിച്ച പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിപ്പോൾ EMI ആണെങ്കിലും ആൾ മെയിനായിട്ട് പറഞ്ഞ കേസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മെല്ലെ പോയാൽ മതി, കുഴപ്പമില്ല, എനിക്ക് ആ വണ്ടിയുടെ ഭംഗി അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് വണ്ടി കിട്ടിയാൽ മതി എന്നാണ്. പിന്നെ ഇതിൻ്റെ വേറെ മെയിനായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രോ നമ്മളെ ആരെയും ഇതേവരെ കണ്ടിട്ടുമില്ല. ആൾ ദുബായിലാണ് ഉള്ളത്. എന്നിട്ട് ആ ദുബായിൽ നിന്നാണ് നമ്മൾ മൊബൈലിൽ ഫോട്ടോസ് അയച്ചിട്ടും കാര്യങ്ങൾ അയച്ചിട്ടും ഈ വണ്ടി ഇത്രത്തോളം പണിത് സെറ്റാക്കിയിട്ട് എടുത്തത്. പിന്നെ ബ്രോൻ ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി എപ്പോഴോ ഒരു കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടാണ്, പ്രവാസിയാണ്, അവിടുന്ന് കഷ്ടപ്പെട്ട് വരുമ്പോൾ ഒരു കുറച്ച് ദിവസം ഓടിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് പണിത് തീർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് പണിത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പണിതാലും വീട്ടിൽ കൊണ്ടുപോയി വെക്കൽ തന്നെയാണ് ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും വണ്ടിയെ കുറിച്ചിട്ട് ബാക്കി മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. നമുക്ക് വണ്ടിയിൽ ഇപ്പോൾ ഫ്രണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് RX-Z ഇൻഡിക്കേറ്റേഴ്സാണ്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് പിന്നെ സാധാരണ ഒറിജിനൽ RX-ൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ താഴോട്ട് വരുമ്പോൾ പൾസർ 150യുടെ ഡിസ്ക്കാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സൺസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നമ്മുടെ RX-Z ഒക്കെ 5 സ്പീഡിൻ്റെ ഒറിജിനൽ ഡിസ്ക് വരുന്നത് സൺസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ. അതുപോലെ തന്നെ പൾസർ 150 ഫസ്റ്റത്തെ മോഡലിനാണ് ഈ ഡിസ്ക് പ്ലേറ്റ് വന്നിരുന്നത്. അതേ ഡിസ്ക് പ്ലേറ്റ് ആണ് ഇതിനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഡിസ്ക്കാണ്. പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ക്രാഷ് ഗാർഡാണ് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കാം. മീറ്റർ കൺസോൾ വരുന്നത് RX-Z മീറ്റർ കൺസോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൊമിനോൻ്റെ ത്രോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ ക്രക്സിൻ്റെ ആണ് ഇൻഡിക്കേറ്റർ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചോക്ക് കേബിളും കാര്യങ്ങളൊക്കെ ക്രക്സിൻ്റെ മൗണ്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കരീസ്മ 6ൻ്റെ ഹാൻഡിലാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ലോക്ക് സെറ്റ് ചെയ്തിട്ടുള്ള RX-Z പോലെയാണ്. കാരണം RX സാധാരണ 135, 100-നൊക്കെ വരിക ഹാൻഡിൽ ലോക്ക് വരിക. ഇതിലായിട്ടാണ് ഹാൻഡിൽ ലോക്ക് വരാറ്. RX-ൻ്റെ ചേസും ഇങ്ങനെ കണക്റ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡ് തിരിച്ച് വെച്ചിട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യുക. എന്നാൽ ഇതിൻ്റെ ലോക്ക് എങ്ങനെ വന്നിരിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് കീൽ തന്നെയാണ് ലോക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ലോക്ക് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വട്ടം പ്രസ് ചെയ്യുക, പിന്നെ തിരിച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ലോക്കായി. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വേറെ പ്രത്യേകതയായിട്ട് ഫ്രണ്ടിൽ വരുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഏകദേശം 16 മോഡോളം വർക്ക് ചെയ്യണ ഹസാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്. നമുക്ക് അത് ജസ്റ്റ് കാണാം. പല പല മോഡായിട്ട് മൊത്തം 16 മോഡോളം ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വർക്കാവും. അത് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോണ് പൾസറിൻ്റെ ഹോണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പെയിൻറ്റിങ് വന്നിട്ടുള്ള ഏകദേശം 3 ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത്. റെഡ്, ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരു ഹാഷ് കളർ. ഈ ഹാഷ് കളർ പെട്ടെന്ന് കണ്ട സ്റ്റിക്കറാണെന്ന് വിചാരിക്കുന്നത്. അത് സ്റ്റിക്കറൊന്നല്ല, അതും അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ കളർ സെലക്ഷനും നമ്മുടെ വണ്ടിയുടെ ഓണർ അഖിലേട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ്റെ സൈഡിലേക്ക് നോക്കാം. എഞ്ചിൻ്റെ സൈഡിൽ 135ൻ്റെ എഞ്ചിനാണ് വരുന്നത്. അതിൽ RX കിങ്ങിൻ്റെ ഗിയർ ബോക്സ് അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് കവറും ക്ലച്ച് കവറും അതുപോലെ മാഗ്നറ്റിക് കവറും RX കിങ്ങിൻ്റെ തന്നെ ആക്കിയിട്ടുണ്ട്. കാർബറേറ്റർ സാധാ 135ൻ്റെ തന്നെയാണ് കിടക്കുന്നത്, RX-ൻ്റെ തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ വേറെ എഞ്ചിൻ സൈഡ് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ല. പിന്നെ കാറ്റ് അതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ശബ്ദമൊക്കെയാണ് വണ്ടിയിൽ കാറ്റ്.
പിന്നെ അതുപോലെ തന്നെ ഷോക്സിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഷോക്സിൽ ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഷോക്സ് കയറ്റിയിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള കളറാണ് ചെയ്തിട്ടുള്ളത് ഷോക്സിൽ. പിന്നെ ബാക്കിൽ SD റിമ്മാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി പഴയതുണ്ടായിരുന്നു. പിന്നെ എല്ലാം നമ്മൾ വെറുതെ അത്യാവശ്യം നല്ല അടിപൊളി കട്ട ടയറൊക്കെ ഉണ്ടായിരുന്നു, മാറ്റേണ്ട ആവശ്യമില്ല, വെച്ചിട്ടൊന്നും മാറ്റിയിട്ടില്ല. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഒറിജിനൽ കേരിയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് സെറ്റിൻ്റെയാണ് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ഇതിലിപ്പോൾ എഞ്ചിൻ്റെ കളർ ഇതിൽ വരുമ്പോഴും നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കി നോക്കാം. ഇതിൽ വരുമ്പോഴും ഇതിൽ ചെറിയൊരു ഡിസൈനൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ റെഡ് അതുപോലുള്ളൊരു ഇതായിട്ട് ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എഞ്ചിനിൽ മൊത്തം ഒരു മെറ്റാലിക് ആഷ് കളറായിട്ടാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വണ്ടി മൊത്തത്തിൽ പൊളിയാണ്, വേറെ ഒന്നും പറയാനായിട്ടില്ല. പിന്നെ വണ്ടിയുടെ നമ്പർ പക്ക ഒരു ഫാൻസി അടിപൊളി നമ്പറാണ്. പക്ഷെ റിവീൽ ചെയ്തത് പറഞ്ഞ കാരണം കൊണ്ട് മിണ്ടണില്ല. നമുക്കിനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കി നോക്കാം കാറ്റിൻ്റെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പിന്നെ യമഹയെ കുറിച്ചിട്ട് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. യമഹയുടെ മോഡൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അടിപൊളിയായിട്ട് അറിയണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ സ്പെക്കും കാര്യങ്ങളും മാത്രം ഇപ്പോൾ നമ്മളിതിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസൊക്കെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി പണിയുണ്ട്. ഒന്ന് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നും കൂടി വണ്ടി കണ്ണാടി പോലെ ആക്കാനായിട്ട് കുറച്ചും കൂടി പരിപാടിയുണ്ട്. നമ്മൾ ഈ മഴയും കാര്യങ്ങളൊക്കെ കാരണം കുറച്ച് നേരത്തെ വീഡിയോ എടുത്തു എന്നുള്ളൂ. അതിൻ്റെ വീഡിയോ ഇതിൽ വേറെ നമ്മൾ ഇടുന്നതാണ്. വണ്ടിയുടെ മൊത്തം പോളിഷിങ്ങൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞ ചാനലത്തെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഈ വണ്ടി പണിയാനായിട്ട് നമ്മുടെ താഴെക്കാൻ്റെ അടുത്ത് കൊണ്ടെടുത്ത ഈ വണ്ടിയുടെ ഓണറായിട്ടുള്ള അഖിൽ ബ്രോയ്ക്ക് വീണ്ടും ഒരുപാട് താങ്ക്സ്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വണ്ടിയുടെ ക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെക്കാൻ്റെ നമ്പർ ഇതിൽ ഇടുന്നതാണ്, കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇങ്ങനെ കയറിയിട്ടോ നീങ്ങിയിട്ടൊന്നും പോകുന്നില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ശരിയാക്കി തരണം, എന്നാലാണ് മുമ്പിലേക്ക് കയറി പോകുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ.